അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കിനേക്കാൾ സത്യസന്ധമായ വാക്ക് പറയാൻ ആർക്ക് സാധിക്കും? വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അല്ലാഹു പറഞ്ഞ ഒരു വാക്കിനേക്കാൾ ആർക്കാ സത്യം പറയാൻ സാധിക്കുക? അന്നേ പറഞ്ഞു ജനങ്ങളോട്, ജനങ്ങളെ, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുതേ. നഹ്നു നർസുഖുഹും. ആ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്. വഇയ്യാകും. ബാപ്പമാരായ നിങ്ങൾക്ക് ചെലവിന് തരുന്നതും ഞാനാണ്. ഈ ഭൂമിയിൽ എത്ര പേര് ജനിച്ചു വീണാലും അവരുടെയൊക്കെ വയറിന് ആവശ്യമായ രൂപത്തിലുള്ള ഭക്ഷണം ഇവിടെ അല്ലാഹു ഖജനാവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളാരും ബേജാറാവേണ്ടതില്ല എന്ന് റഹ്മാനായ റബ്ബ് ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടവും ആ ഒരു കൃത്യമായ ആഹ്വാനത്തെ നെഞ്ചേറ്റുകയാണ്. തോന്നിത്തുടങ്ങി എല്ലാവർക്കും മക്കളില്ല ഞാൻ പറ്റൂല. ഇതാണ് പറയുന്നത്, ഇസ്ലാം നിത്യനൂതന പ്രസക്തമായ മതമാണ്. അത് പഴഞ്ചനല്ല. അതിന്റെ തത്വങ്ങളിലേക്ക്, അതിന്റെ നിയമങ്ങളിലേക്ക്, അതിന്റെ കൃത്യമായ രൂപത്തിലുള്ള അധ്യാപനങ്ങളിലേക്ക് രാജ്യം മടങ്ങേണ്ടി വരും. ഇല്ലെങ്കിൽ അവരെ അതിലേക്ക് മടക്കും. കാലം അവരെ കൊണ്ടത് ബോധ്യപ്പെടുത്തുമെന്ന് കൃത്യമായി തന്നെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത്. നമ്മുടെ പൂർവീകരായ ആളുകളൊക്കെ അവരൊക്കെ റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി. റിസ്ക് തരുന്നവൻ റബ്ബാണെന്നവര് തവക്കുലാക്കി. അള്ളാഹു തന്നോളും റിസ്ക് എന്നവര് മനസ്സിലാക്കി. റബ്ബിനെ കുറിച്ചുള്ള ആ സദ്വിചാരം കൊണ്ട് ധാരാളം സന്താനങ്ങളെ അവർ ഉൽപ്പാദിപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ അവർക്ക് അള്ളാഹു ബറക്കത്തും ചൊരിഞ്ഞുകൊടുത്തു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുവാനും റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹു നമുക്ക് തരുന്ന അമാനത്തായ സന്താനങ്ങളെ പോറ്റി വളർത്തുവാനും കടമകൾ നിർവഹിക്കുവാനും കടമപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന കൃത്യമായ യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുക.